അസ്സലാമലൈക്കും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ പണി എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പണി എനിക്ക് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ, എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിഞ്ഞൂടാ. അന്റെ ഈ ഒറ്റക്കൈയും വെച്ചുകൊണ്ട് ഈ മുക്കിരിപ്പണി എങ്ങനെ ചെയ്യുന്ന പറഞ്ഞേ? 5 നേരം ബാങ്ക് കൊടുക്കൽ മാത്രമല്ലല്ലോ മുക്കിരിപ്പണി. ഒന്ന് പള്ളി മെമ്പറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഒറ്റക്കൈയും വെച്ച് എന്ത് ചെയ്യും? ഇത്രയും കാലം ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തത്. ഇനിയും ഞാൻ എങ്ങനെയൊക്കെ ചെയ്തോളാം. ഇത്രയും കാലത്തേൽക്കല്ലത്. അന്നെന്റെ ബാപ്പ മരിച്ചപ്പോ തൽക്കാലം എന്നെ തന്നെ അവിടെ പിടിച്ച് നിർത്തി. പിന്നെ അന്റെ കഷ്ടപ്പാടും ഗതികേടും കണ്ടപ്പോ അന്നത്തെ കമ്മിറ്റി തൽക്കാലം എന്നെ പിരിച്ചു വിട്ടില്ല എന്ന് മാത്രം. ഇത്രയും കാലത്തേൽക്കല്ല. ഇപ്പൊ കമ്മിറ്റിയൊക്കെ പലവട്ടം മാറി മറിഞ്ഞു വന്നില്ലേ? എന്നാലും നിങ്ങൾ വിചാരിച്ചാല് റംസാൻ നോമ്പ് നോറ്റി ഈ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കും. ഞാൻ വിചാരിച്ചിട്ട് എന്താണോ കുട്ടി കാര്യം? കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ കമ്മിറ്റി ഒന്നിച്ചാ. ഞാൻ പ്രസിഡന്റ് ആണ് വെച്ചിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്നാ നിങ്ങൾ എനിക്ക് തരാല്ലേ ശമ്പള കുടിശ്ശെങ്കിലും തരി. അത് തന്നെയാണ് കുട്ടി ഞാൻ പറഞ്ഞേ. ഇതെനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനൊന്നും കഴിയൂല. അന്റെ ശമ്പളമാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 വട്ടം കമ്മിറ്റി യോഗം വിളിച്ച് കൂട്ടിയതാ. പക്ഷെങ്കിൽ കോർന്ന് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ ചെയ്യട്ടെ. എന്നാ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരും. എന്റെ കയ്യിലൊരൊറ്റ പൈസ അല്ല. നിങ്ങൾ ശമ്പളം തരുമ്പോ അതിന് കുറച്ച് തന്നോളി. മൂത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാ. ഓളും അളിയനും കയറി വരുമ്പോ ഷടാ പിന്നെ മറ്റു മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ആ ഈ ഒരു കാര്യം ചെയ്യ്. 25,000 രാവിലെ അന്ന് ഇങ്ങോട്ട് വാ. സക്കാത്ത് കൊടുക്കണ്ടാവും മേടിച്ച് പോയിക്കോ. അല്ല പിന്നെ മനുഷ്യന് സ്വയം തരില്ലാന്ന് വെച്ചാൽ ഓരോന്ന് രാവിലെ തന്നെ വെട്ടിയെടുക്കുന്നത്. അയാളെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. ആരോ ആ മുക്രീന്റെ ഓന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടിയ ചെങ്കോടി വീരാനും ബോട്ട് മറച്ചുത്തിയാനാണ് അവൻ. 3 ലക്ഷം റുപ്യ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ 2 ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുവേനാ ഇന്റെ മോനെ. ആ സുലൈഖ ഇവിടെ പോയി കിടക്കണത്? ആരും തിരക്കൂട്ടണ്ട. സക്കാത്ത് കൊടുക്കൽ ഇപ്പൊ തുടങ്ങും. മൂപ്പര് പൈസ എണ്ണി കൊടുക്കാണ്. നിങ്ങൾ കൊടുക്കണത് സക്കാത്തല്ല ചക്കാത്ത. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആൾക്കാരെ വരി നിർത്തി കൊടുക്കണതല്ല സക്കാത്ത്. പിന്നെ പാവങ്ങളുടെ വീട്ടിൽ പോയി കൊണ്ടു കൊടുക്കണതാ സക്കാത്ത്. നേരോ? അതെ, കണ്ണ് കണ്ട മുക്കിലും മൂലയിലും കെടുക്കണോന്റെ പുരേ കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ അവന്റെ പണിക്കാരനൊന്നല്ല. സക്കാത്ത് വേണ്ടോ നിന്റെ ഗേറ്റിങ്ങിലെന്ന് വരിന്ന് കൈ കിട്ടട്ടെ. അല്ല പിന്നെ മറ്റേ ബനോട് പോയി എടുക്കണ മൊയ്തിനെ എന്നെ വിളിച്ചോ? ആ എന്നെ വിളിച്ച്. അല്ല അന്നത്തെ അടക്ക കൊടുത്ത പൈസന്റെ വകയിൽ ഒരു 100 റുപ്യ കമ്മിയാണുണ്ടല്ലോ. അത് അതിന് 100 റുപ്യ ഞാൻ വാങ്ങിയതാ. അനക്കിപ്പോ എന്തിനാ പൈസ? അതും 100 റുപ്യേ? ഞാനത് മരുന്ന് വാങ്ങാൻ എടുത്തതാ. എനിക്ക് ആ പഴയ വേദന എപ്പോഴും ഉണ്ട്. അതിന് 100 റുപ്യാണോ? ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും 2 റുപ്യക്ക് 4 ഗുളിക കിട്ടുമോ? ആ ഗുളിക കൊണ്ട് മാറുന്ന ഒന്നല്ല എന്റെ ദീനം. വയനാട്ടിലൊരു വൈദ്യരുണ്ട്, പച്ചമരുന്ന് കൊടുത്ത് ദീനം മാറ്റുന്നുണ്ട് എന്ന് കേട്ടു. അങ്ങോട്ടൊരാളെ കൂലിയും ചെലവും കൊടുത്ത് പറഞ്ഞയച്ച്. അല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു വിധിയേ. ഓക്കെ, കുട്ടികളില്ലാത്ത എന്റെ സുക്കടാ. ആ എന്നോട് വിളിച്ചിട്ട് എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. ആ വൈദ്യനെ ഈ നോമ്പ് നോറ്റിക്കണോ? നിങ്ങളൊന്ന് നോറ്റിക്കണമെങ്കിൽ ഇച്ചൊന്നും നോൻപാ. ഞാൻ നോറ്റിട്ടില്ല. ഞാനും ഞാൻ പൊലച്ച കൊന്നിയല്ലോ. അതെ, ഞാൻ പള്ളേ കത്തണേന് എന്തെങ്കിലും തിന്നിട്ട് വരാം. എന്നിട്ട് മതി സക്കാത്ത് കൊടുക്കല്. ഈ പോയിട്ട് ആ ബിലീസുകളൊക്കെ ഒന്ന് വലിക്കരുത്. ചെല്. ഹോ